ഹായ്, എല്ലാവർക്കും ഫുഡി ബോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഫുഡി ബോയിൽ നമ്മളൊരു സ്പെഷ്യൽ വിഭവമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ സ്വന്തം ലാലേട്ടൻ്റെ സ്പെഷ്യൽ ചിക്കൻ റെസിപ്പി. അതായത് കുറച്ച് ദിവസം മുമ്പ് നമ്മുടെ ലാലേട്ടൻ ഫേസ്ബുക്കിൽ ഒരു കുക്കിംഗ് വീഡിയോ ഇട്ട് നമുക്ക് അടിപൊളി ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു ചിക്കൻ ഐറ്റം നമ്മളെ പരിചയപ്പെടുത്തി. അത് നമ്മളിന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഉണ്ടാക്കി നോക്കുക എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ ലാലേട്ടൻ്റെ ചിക്കൻ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ഒരു 1/2 കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത്. നമുക്കിനി വേറെ എന്തൊക്കെയാണ് വേണ്ടുന്നതെന്ന് നോക്കാം. ചിക്കൻ കഴിഞ്ഞ് നമുക്ക് വേണ്ടുന്ന സാധനമാണ് പച്ചമുളക്, ഉപ്പ്, കറിവേപ്പില, വെളുത്തുള്ളി, കടുക്, പെരിഞ്ചീരകം, പിന്നെ നമ്മുടെ വറ്റൽമുളക് ചതച്ചത്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല. ഇത് ചുമന്നുള്ളിയാണ്, ഒരു 200 ഗ്രാം എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള തേങ്ങയാണ്, തേങ്ങ ചുട്ടത്. ഇത് ഇത്രയാണ് നമുക്ക് വേണ്ടുന്നത് പ്രധാനമായിട്ട്. ഇതിൽ നമുക്ക് നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, നമ്മുടെ ചുമന്നുള്ളി, തേങ്ങ, ഇത് ഇത്രയും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ചതച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ആ ഐറ്റംസൊക്കെ ചതച്ച് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് കുക്ക് ചെയ്ത് തുടങ്ങാം. ആദ്യമേ നമുക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്കൊരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. എണ്ണയൊന്ന് ചൂടാവട്ടെ. അതിനുശേഷം നമുക്ക് 1 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരട്ടെ. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടി വന്നിട്ടുണ്ട്. നമുക്കിതിനകത്തോട്ട് നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം. ചുമന്നുള്ളിയാണ്. കൂടെ തന്നെ കറിവേപ്പില, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്. അപ്പോൾ നമ്മൾ ചതച്ച എല്ലാ സാധനങ്ങളും ഇട്ട് കൊടുത്തു, തേങ്ങ ഒഴികെ. എന്നിട്ട് എല്ലാം കൂടി നല്ലോണമൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. നമുക്ക് ഫ്ലെയിം ഒരിച്ചിരി ലോ ചെയ്താൽ മതിയേ. അപ്പോൾ നല്ലോണമൊക്കെ ഇളക്കി നമ്മൾ ഇനി ഇതിനകത്തോട്ട് നമുക്ക് 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പിട്ടിട്ട് നല്ലോണക്കും ഒന്നുകൂടി മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഉപ്പിട്ട് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിനകത്തോട്ട് നമ്മുടെ പൊടി ഐറ്റംസൊക്കെ ഇട്ട് കൊടുക്കാം. ആദ്യമേ നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ശേഷം ഇത് നമ്മുടെ പെരിഞ്ചീരകമാണ്, അത് 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടിയാണ്, കുരുമുളക് പൊടി ഒരു 1/2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. ഗരം മസാലയും ഒരു 1/2 ടേബിൾ സ്പൂൺ ഇട്ടാൽ മതിയേ. അവസാനമായിട്ട് നമ്മുടെ മുളക് ചതച്ചതാണ്, മുളക് ചതച്ചത് 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്ക് നല്ല രീതിയിൽ മിക്സ് ചെയ്യണം. വളരെ സിമ്പിളായിട്ട് നമുക്കിത് ഉണ്ടാക്കാൻ സാധിക്കുന്നു എന്നുള്ളത് പ്രത്യേകതയാണ്. അപ്പം നമ്മൾ നല്ലോണമൊക്കെ ഇളക്കിയിട്ട് ഇതിനകത്തോട്ട് നമ്മുടെ ചതച്ച തേങ്ങയാണ്, അതിട്ട് കൊടുക്കാം. ഇപ്പോൾ 1 മുറി തേങ്ങ എടുത്ത് ചതച്ചതാണ്. നല്ലോണക്കം ചുട്ട തേങ്ങ ചതച്ചെടുക്കണം. അത് മറന്നു പോകരുത്, തേങ്ങ ചതച്ചതല്ല, ചുട്ട തേങ്ങ ചതച്ചതാണ്. അപ്പോൾ നമ്മുടെ തേങ്ങ ചതച്ചത് ഇട്ട് കൊടുത്ത് നല്ലോണമൊക്കെ ഇളക്കിയേക്കാണ് നമ്മൾ. ഇനി അടുത്തതായിട്ട് നമുക്കിടാനുള്ളത് ചിക്കനാണ്. നമ്മളിപ്പം 1/2 കിലോ ചിക്കന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് എടുത്തേക്കുന്നത്. ചിക്കൻ ഇട്ടിട്ട് നല്ലോണക്കം മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ ഇട്ട് നല്ലോണക്കം ഇളക്കി ഇതിനകത്തോട്ട് നമുക്കൊരു 1 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ടീസ്പൂൺ ഉപ്പാണ്. ഉപ്പിട്ടിട്ട് നല്ലോണക്കം ഇളക്കണം. അപ്പോൾ ഇനിയിപ്പോൾ ഉള്ള പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് അടച്ചു വെക്കാൻ പോവുകയാണ്. നമ്മുടെ തേങ്ങയിലെ എണ്ണയും ചിക്കനകത്തെ വെള്ളവും കൂടി ചേർന്ന് ഇത് നല്ലോണക്കം വെന്ത് കിട്ടും. ഇതിനകത്ത് വെള്ളം ചേർക്കേണ്ട ആവശ്യമേ ഇല്ല. എന്തായാലും തന്നെ നല്ല മണമാണ് ഈ മസാല കൂട്ടിന്. അപ്പോൾ നമുക്കിത് അടച്ചു വെക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ വെച്ചിട്ട് നമ്മളൊരു 5 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് എടുത്ത് നോക്കണം. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഒന്ന് ഇളക്കണം. നമുക്ക് അടിപൊളിയായിട്ട് വെള്ളവും എണ്ണയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. നല്ലോണമൊക്കെ ഇളക്കിയിട്ട് നമുക്ക് വീണ്ടും അടച്ചു വെക്കാം.
നമ്മുടെ ടോട്ടൽ കുക്കിംഗ് ടൈം എന്ന് പറയുന്നത് ഒരു 50 മിനിറ്റ്സ് ആണ്. അപ്പോൾ നമ്മൾ വെച്ചിട്ട് ഒരു 15 മിനിറ്റായി ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തായിരുന്നു. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പം വെള്ളമൊക്കെ ഇറങ്ങി എണ്ണയൊക്കെ ഇറങ്ങി അടിപൊളിയായിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലോണക്കം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി തുറന്ന് വെച്ചിട്ട് നമുക്കൊരു 2 മിനിറ്റ് നേരം ഒന്നും കൂടി വേവിക്കണം. വെള്ളമൊക്കെ ഒന്ന് വറ്റണം. അപ്പോൾ ഈ ചിക്കൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനകത്ത് ഉള്ള എല്ലാ ഐറ്റംസും നമ്മൾ ചതച്ചാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ നമ്മുടെ ചിക്കൻ അടിപൊളിയായിട്ട് വെന്ത് വന്നേക്കാണ്. കണ്ടോ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്, സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇപ്പോൾ ഇതങ്ങ് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ലാലേട്ടൻ്റെ സ്വന്തം ചിക്കൻ റെസിപ്പി നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. വളരെ എന്താ പറയുന്നത്, നല്ല മണം ഉള്ളൊരു സാധനമാണ്. ഇതിൻ്റെ മസാലയൊക്കെ അടിപൊളിയാണ്, നല്ല മണമുണ്ട്. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സൂപ്പർ, അന്യായ ടേസ്റ്റാണ്. അടിപൊളി ടേസ്റ്റാണ്, നല്ല സ്പൈസി എന്ന് പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ സ്മോക്ക്ഡായിട്ടുള്ള തേങ്ങ അടിപൊളിയാണ്. ആ എന്താ ചുട്ടരച്ച തേങ്ങ അടിപൊളി ഫ്ലേവറാണ് അതിൻ്റെ. പിന്നെ നമ്മുടെ മസാലകളുടെ ഫ്ലേവർ, പിന്നെ ഈ ചതച്ചെടുക്കുമ്പോൾ എപ്പോഴും അതിനൊരു ടേസ്റ്റ് കൂടുതലായിരിക്കും. വളരെ ടേസ്റ്റിയാണ്. എന്തായാലും നമ്മുടെ ലാലേട്ടൻ ഒരു അടിപൊളി ഡിഷാണ് നമ്മളെ പരിചയപ്പെടുത്തിയേക്കുന്നത്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി വെറൈറ്റി ഡിഷ്. അപ്പം നിങ്ങൾ ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യാം. ഇനിയിപ്പോൾ ഒരു അടിപൊളി വീഡിയോ വരുന്നിടം വരെ ബൈ ബൈ.